ICC ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് സഞ്ജു സാംസണെ തഴഞ്ഞത് ഇന്ത്യൻ ക്രിക്കറ്റിൽ മാത്രമല്ല രാജ്യം മുഴുവനും വലിയ ചർച്ചയായിരിക്കുകയാണ്. ഏകദിന ക്രിക്കറ്റിൽ മികച്ച ഫോമിലുള്ള സഞ്ജുവിനെ മറികടന്ന ഋഷഭ് പന്തിനെയാണ് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയത്. ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ രംഗത്ത് വരുന്നുണ്ട്. ഇപ്പോഴിതാ സഞ്ജു സാംസണെ മറികടന്ന് ഋഷഭ് പന്ത് ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഇടം പിടിച്ചതിന് പിന്നിലെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ സൂപ്പർ താരം സുനിൽ ഗവാസ്കർ. ICC ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് സഞ്ജു സാംസണെ ഒഴിവാക്കിയത് നിർഭാഗ്യകരമാണെന്നാണ് സുനിൽ ഗവാസ്കറുടെ പക്ഷം. സമീപകാലത്തെ സ്ഥിരതയാർന്ന പ്രകടനങ്ങൾക്ക് സഞ്ജുവിനെ പ്രശംസിച്ച അദ്ദേഹം ഋഷഭ് പന്ത് എതിരെ വന്നതാണ് സഞ്ജുവിന് തിരിച്ചടിയായതായി പറയുന്നത്. പന്ത് മികച്ച ഗെയിം ചേഞ്ചറാണെന്നും സഞ്ജുവിനേക്കാൾ മികച്ച വിക്കറ്റ് കീപ്പർ ആണെന്നും പറയുന്ന ഗവാസ്കർ ഇടംകയ്യനായതും അദ്ദേഹത്തിന് സഞ്ജുവിനെ മറികടന്ന് ഇന്ത്യൻ ടീമിലെത്താൻ സഹായകമായെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. സഞ്ജുവിനെ ഒഴിവാക്കുന്നതിൽ യാതൊരു ഒഴിവുകഴിവുമില്ല. പക്ഷേ ഋഷഭ് പന്തിന് എതിരെയായിരുന്നു അദ്ദേഹം വന്നത്. പന്തിന് ഒരു ഗെയിം ചേഞ്ചർ ആകാൻ സാധിക്കുമെന്ന് നമുക്കെല്ലാം അറിയാം. ഒപ്പം പന്ത് ഒരു ഇടം കയ്യനാണ്. സാംസണേക്കാൾ മികച്ച ബാറ്റർ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കാൾ മികച്ച കീപ്പറാണ് പന്ത്. സാംസണേക്കാൾ കുറച്ചുകൂടി നന്നായി കളി മാറ്റിമറിക്കാൻ പന്തിന് സാധിക്കും. അതാണ് സാംസൺ ടീമിൽ നിന്ന് പുറത്തായത്. എന്നാൽ സഞ്ജു നിരാശപ്പെടരുത്. കാരണം എല്ലാ ഇന്ത്യൻ ആരാധകർക്കും അവന്റെ കാര്യത്തിൽ സിമ്പതി ഉണ്ടാവും. ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഗവാസ്കർ ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. മാത്രവുമല്ല, സമീപകാലത്ത് വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ മികച്ച ഫോമിലായിരുന്നു സഞ്ജു. T20യിൽ ഇന്ത്യക്ക് വേണ്ടി കളിച്ച അവസാന 5 മത്സരങ്ങളിൽ 3 സെഞ്ചുറികൾ അദ്ദേഹം നേടിയിരുന്നു. എന്നാൽ ചാമ്പ്യൻസ് ട്രോഫി സെലക്ഷനിൽ സമീപകാല ഫോമൊന്നും ഇന്ത്യൻ സെലക്ടർമാർ പരിഗണിച്ചില്ല എന്ന് വ്യക്തം. ഏകദിന ക്രിക്കറ്റിലും പന്തിനേക്കാൾ മികച്ച റെക്കോർഡ് സഞ്ജുവിനുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ഇതുവരെ 16 ഏകദിനങ്ങളിൽ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ സഞ്ജു 56.7 ബാറ്റിംഗ് ശരാശരിയിൽ 510 റൺസ് നേടിയിട്ടുണ്ട്. 3 അർദ്ധ സെഞ്ചുറികളും 1 സെഞ്ചുറിയും ഈ ഫോമാറ്റിൽ അദ്ദേഹം ഇന്ത്യക്കായി നേടി. ഋഷഭ് പന്ത് ആകട്ടെ 31 ഏകദിന മത്സരങ്ങളാണ് ഇന്ത്യക്കായി കളിച്ചത്. ഇതിൽ 33.5 ബാറ്റിംഗ് ശരാശരിയിൽ 871 റൺസാണ് താരത്തിന്റെ സമ്പാദ്യം. 1 സെഞ്ചുറിയും 5 അർദ്ധ സെഞ്ചുറികളും ഈ ഫോമാറ്റിൽ താരം നേടി. അതേസമയം സഞ്ജുവിന് വേണ്ടി വാദിച്ചത് ഗംഭീർ മാത്രമാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. രോഹിത്തും അഗാർക്കറും പന്തിനെ മതി എന്ന് പറയുമ്പോൾ സഞ്ജു ആണ് ടീമിൽ വേണ്ടത് എന്നായിരുന്നു ഗംഭീറിന്റെ വാദം. എന്നാൽ ഇത് രോഹിത്തും അഗാർക്കറും സമ്മതിച്ചില്ല. ഇതോടെയാണ് പന്ത് ഏകദിന ടീമിൽ പ്രവേശിച്ചത് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തത്. ഇനി ഈ വർഷത്തെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മ, ശുഭ്മാൻ ഗിൽ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, KL രാഹുൽ, ഹർദിക് പാണ്ഡ്യ, അക്സർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ, കുൽദീപ് യാദവ്, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് ഷമി, അർഷ്ദീപ് സിംഗ്, യശസ്വി ജയ്സ്വാൾ, ഋഷഭ് പന്ത്, രവീന്ദ്ര ജഡേജ എന്നിവരാണ് ടീമിൽ ഉൾപ്പെട്ടിരിക്കുന്നത്.